ബേസിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് ഓട്ടോമൊബൈൽ എഞ്ചിൻസ് എന്നുള്ളതാണ്. നമുക്കറിയാം ഓട്ടോമൊബൈൽ എഞ്ചിൻസിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫ്യൂൽ കത്തിച്ച് ഹീറ്റ് എനർജി ഉണ്ടാക്കും, ആ ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിൻസിന്റെ പണി എന്നുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഹിസ്റ്ററി ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിൻസ് ആണ്. അതായത് ഓട്ടോമൊബൈൽ എഞ്ചിൻസിന്റെ ആ ഒരു റെവല്യൂഷൻ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ഓട്ടോമൊബൈൽ എഞ്ചിൻസിലോട്ടൊക്കെ നമ്മൾ എത്തിയത്, അതിന്റെ ഒരു പാസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഈ പറയുന്ന വർഷങ്ങൾ ഓർത്തിരുന്ന ആ വർഷങ്ങൾ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് നമ്മൾ എക്സാമിന് എഴുതിയിടണം. അപ്പൊ അതിന് തന്നെ 1770 1770 ആണ്. 1770 ആദ്യമായിട്ട് ഫസ്റ്റ് എഞ്ചിൻ കണ്ടുപിടിക്കുകയാണ്. റോട്ടിലൂടെ പ്രൊപ്പൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എഞ്ചിൻ ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്യാണ്. ഇൻവെന്റ് ചെയ്ത ആളുടെ പേര് ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇൻവെന്റ് ചെയ്ത എഞ്ചിൻ സ്റ്റീം എഞ്ചിൻ ആയിരുന്നു. അത് പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ അല്ലായിരുന്നു, അത് സ്റ്റീം എഞ്ചിൻ ആയിരുന്നു. ഇനി 1789 ആദ്യത്തെ ഫസ്റ്റ് 3 വീലർ എഞ്ചിൻ ഉണ്ടാക്കുകയാണ്. ഇനി ആ എഞ്ചിൻ ഉണ്ടായിരുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 30 km/h ആയിരുന്നു. അതിനുശേഷം 1805 ഫസ്റ്റ് 4 വീലർ വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. അതും ഈ പറയുന്ന പോലെ സ്റ്റീം എഞ്ചിൻ വെച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനായിരുന്നു. ഓക്കെ, അതിനുശേഷം 1880 2 സ്ട്രോക്ക് എഞ്ചിൻ ഇൻവെന്റ് ചെയ്തു. 1885 കാൾ ബെൻസ് എന്ന് പറയുന്ന ആള് ബെൻസിൻ ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അതുവരെ സ്റ്റീം എഞ്ചിൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 1885 കാൾ ബെൻസ് എന്ന് പറയുന്ന വ്യക്തി ബെൻസിൻ വേപ്പർ അല്ലെങ്കിൽ ബെൻസിൻ ഗ്യാസ് ഉപയോഗിച്ച് റൺ ചെയ്യുന്ന എഞ്ചിൻ കണ്ടുപിടിച്ചു. അയാൾ എഞ്ചിൻ കണ്ടുപിടിക്കുക മാത്രമല്ല, തൊട്ടടുത്ത വർഷം ആ ഒരു എഞ്ചിന് പുള്ളി പേറ്റന്റിന് അപ്ലൈ കൂടെ ചെയ്യുന്നുണ്ട്. അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് ആണ് ഓട്ടോമൊബൈലിന്റെ ഹിസ്റ്ററിയിൽ. അപ്പൊ കാൾ ബെൻസ് 1885 ബെൻസിൻ ഗ്യാസ് ഉപയോഗിച്ചിട്ട് റൺ ചെയ്യുന്ന എഞ്ചിൻ ഇൻവെന്റ് ചെയ്തു. 1886 പുള്ളി ആ ഒരു എഞ്ചിന് പേറ്റന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഇനി അത് കഴിഞ്ഞ് 6 വർഷം കൂടെ കഴിഞ്ഞ് 1892 റോഫ് ഡീസൽ എന്ന് പറയുന്ന വ്യക്തി കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ, അതായത് ഡീസൽ എഞ്ചിൻ ഇൻവെന്റ് ചെയ്യാണ് ചെയ്തത്. ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന എഞ്ചിൻ ഇൻവെന്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് 17 വർഷത്തിന് ശേഷം 1909 ബെൻസ് വീണ്ടും പെട്രോൾ എഞ്ചിൻ ഇൻവെന്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ പുള്ളി ഒരു വലിയ പെട്രോൾ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്തു. ആ പെട്രോൾ എഞ്ചിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 km/h ആയിരുന്നു. ഈ ഒരു എഞ്ചിൻ സ്റ്റീം എഞ്ചിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. ഇനി അതിനുശേഷം 1930 പെർക്കിൻസ് ഫേമസ് ആയിട്ടുള്ള പി സീരീസ് എഞ്ചിൻസ് ഡെവലപ്പ് ചെയ്യാണ്. ഡീസൽ ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പി സീരീസ് എഞ്ചിൻസ് ഡെവലപ്പ് ചെയ്തു. ഷോർട്ട് നോട്ടിലേക്ക് വരുമ്പോൾ ഇത്രയും ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ആ സാധനം നമ്മുടെ തലയിൽ കയറ്റി വെക്കണേ. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു പോവാം. 1770 ആദ്യത്തെ എഞ്ചിൻ ഡെവലപ്പ് ചെയ്ത എഞ്ചിൻ എന്ന് പറയുന്നത് സ്റ്റീം എഞ്ചിൻ ആയിരുന്നു. 1789 ഫസ്റ്റ് 3 വീലർ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു. അതിന്റെ സ്പീഡ് ഏതാണ്ട് 30 km/h ആയിരുന്നു. 1805 ഫസ്റ്റ് 4 വീലർ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു. 1880 ഫസ്റ്റ് 2 സ്ട്രോക്ക് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു. 1885 കാൾ ബെൻസ് എന്ന് പറയുന്ന വ്യക്തി ബെൻസിൻ ഗ്യാസ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു. തൊട്ടടുത്ത വർഷം തന്നെ പുള്ളി അതിന് പേറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. 1892 6 വർഷത്തിന് ശേഷം റുഡോൾഫ് ഡീസൽ എന്ന് പറയുന്ന വ്യക്തി ഡീസൽ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു. 17 വർഷത്തിന് ശേഷം പെട്രോൾ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു. ആ പെട്രോൾ എഞ്ചിനിൽ റൺ ചെയ്യുന്ന വെഹിക്കിളിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 km/h ആയിരുന്നു. അതിനുശേഷം ഒരു 21 വർഷം കൂടെ കഴിഞ്ഞ് 1930 പെർക്കിൻസ് പി സീരീസ് എഞ്ചിൻസ് ഡെവലപ്പ് ചെയ്തു. അത് ഡീസലായിരുന്നു ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഓട്ടോമോട്ടീവ് സെക്ടറിലെ ഇമ്പോർട്ടന്റ് ഇവന്റുകളാണ്. ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ സെക്ടറിൽ കാലത്തിൽ വന്ന മാറ്റങ്ങളും അതിന്റെ ആ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററിയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ 1897 ഫസ്റ്റ് വെഹിക്കിൾ ആദ്യത്തെ വണ്ടി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇനി അതിനുശേഷം 1930 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്, ലോക്കൽ ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് ഇല്ല. അതിനുശേഷം 1940 1940s ഇന്ത്യൻ ഓട്ടോമൊബൈല് ആദ്യമായിട്ട് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അംബാസഡർ, പത്മിനി പോലുള്ള കാറുകൾ. ഇനി 1945 വരുമ്പോൾ മഹീന്ദ്ര ജീപ്പ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ടാറ്റ ടെൽക്കോയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ടെൽക്കോ എന്നുള്ളത് നമ്മുടെ ടാറ്റയുടെ പഴയ നെയിമായിരുന്നു. അത് ടാറ്റ എഞ്ചിനീയറിംഗ് ലോക്കോമോട്ടീവ് കമ്പനിയുടെ ഷോർട്ട് ഫോം ആണ് ടെൽക്കോ എന്നുള്ളത്. അത് 2003 ടാറ്റ എന്ന പേരിലോട്ട് മാറിയത്. അപ്പൊ ടാറ്റ ടെൽക്കോ സ്റ്റാർട്ട് ചെയ്തത് 1945 തന്നെയാണ്. 1983 മാരുതി ഉദ്योग ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ആവുകയും നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ചെറിയ കാറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 1980 തന്നെ മാരുതി 800 മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കാറ് വിപണിയിലെത്തുകയാണ്. 1990s ഗ്ലോബൽ കമ്പനികളായ ഇന്റർനാഷണൽ കമ്പനികളായ ഹോണ്ട, ഹുണ്ടൈ പോലുള്ള കമ്പനികൾ ഇന്ത്യയിലോട്ട് എത്തുകയാണ്. 2000 എമിഷൻ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള എമിഷൻ നോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2008 ടാറ്റ നാനോ ലോഞ്ച് ചെയ്തു, ചീപ്പസ്റ്റ് കാർ എന്നുള്ള ലേബലില്. 2010 CNG, അതുപോലെ തന്നെ 2010 2010 ശേഷം CNG അതുപോലെ തന്നെ ഹൈബ്രിഡ് വെഹിക്കിൾസിന്റെ ഗ്രോത്ത് കാണാനായിട്ട് ഇടയായി. 2025 വരുമ്പോൾ നമ്മുടെ വെഹിക്കിൾസ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ട്രെൻഡിലൂടെ മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഷോർട്ട് നോട്ടിൽ നോക്കുന്ന സമയത്ത് 1897 ഫസ്റ്റ് വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ആവുകയാണ് ഇന്ത്യയിൽ. പക്ഷെ 1930 വരെ നോ ലോക്കൽ മാനുഫാക്ചറിംഗ്, ലോക്കൽ ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് ഇല്ല, എല്ലാം ഇമ്പോർട്ടിംഗ് മാത്രമാണ്. 1940s അംബാസഡർ, പത്മിനി പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. 1945 മഹീന്ദ്ര ജീപ്പ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 1983 മാരുതി ഉദ്योग ലിമിറ്റഡ്
ചെറിയ കാറുകൾ നമ്മുടെ വിപണിയിലേക്ക് എത്തിച്ചു തുടങ്ങി. 1980-കളിൽ തന്നെ മാരുതി 800 വിപണിയിൽ എത്തുവാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ കാർ. 1990-കളിൽ ഗ്ലോബൽ കമ്പനി ലൈക്ക് ഹോണ്ട ആൻഡ് ഹുണ്ടായി ഇന്ത്യൻ വിപണിയിലെത്തി. 2000-ൽ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എമിഷൻ നോംസ് പുറപ്പെടുവിച്ചു. 2008-ൽ ടാറ്റനാണ് നമ്മുടെ വിപണിയിലെത്തി. 2010-ന് ശേഷം CNG അതുപോലെ തന്നെ ഹൈബ്രിഡ് വെഹിക്കിൾസിന്റെ ഗ്രോത്ത് കാണാനിടയായി. 2025-ൽ ട്രെൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ട് മാറി. അടുത്ത ടോപ്പിക് ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഓട്ടോമൊബൈൽസിനെ പല കാറ്റഗറിയിലായിട്ട് ക്ലാസിഫൈ ആണ് ചെയ്യണത്. ഫസ്റ്റ് ബേസ്ഡ് ഓൺ ദി യൂസ്, ഉപയോഗത്തിന്റെ ബേസിലാണ്. ഉപയോഗത്തിന്റെ ബേസിൽ മോപ്പഡുകൾ അല്ലെങ്കിൽ മോപ്പഡ്സ്, മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ സ്കൂട്ടറുകൾ, കാറ്, ജീപ്പ്, ബസ്, ട്രക്ക് എന്നീ നിലയ്ക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി, എത്രത്തോളം ലോഡ് വഹിക്കാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾസും ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസും ഉണ്ട്. ഷോർട്ട് ഫോമായിട്ട് HTV അതുപോലെ തന്നെ LTV. ഇനി ഫ്യൂവൽ യൂസ് ചെയ്യുന്നതിന്റെ ബേസിൽ പെട്രോൾ, ഡീസൽ വെഹിക്കിൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് തരത്തിരിക്കാം. അതല്ലാതെ CNG ഗ്യാസുകളിലൊക്കെ ഓടുന്ന വണ്ടികളുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഇത്ര മതി. വീൽസിന്റെ എണ്ണത്തിന്റെ ബേസിൽ 2 വീലേഴ്സ്, 3 വീലേഴ്സ്, 4 വീലേഴ്സ് അതുപോലെ തന്നെ 6 വീലേഴ്സ്. ഇനി ഡ്രൈവിനെ ബേസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ വണ്ടി, നമ്മുടെ എഞ്ചിൻ ഏത് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നതിനുള്ള ബേസ് ചെയ്തിട്ട് ഫ്രണ്ട് ആക്സിൽ, റിയർ വീൽ ഡ്രൈവ് അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ്. അതായത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഏത് ആക്സിലിനാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഫ്രണ്ട് ആക്സിലിനാണോ റിയർ ആക്സിലിനാണോ അതോ രണ്ട് ആക്സിലിനെ ഒരുമിച്ചാണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉണ്ട്, റിയർ വീൽ ഡ്രൈവ് ഉണ്ട്, അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുന്ന കാറുകളുടെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ട്രാൻസ്മിഷനിലോട്ട് വരുന്ന സമയത്ത്, ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് പല സാഹചര്യങ്ങളിലും പല രീതിയിലുള്ള പവറും ടോർക്കും ഒക്കെയാണ് നമുക്ക് വേണ്ടത്, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ആവണം. അത് നമ്മൾ ചില വണ്ടികളിൽ നേരത്തെയൊക്കെ നമ്മൾ മാനുവൽ ആയിട്ടായിരുന്നു ഓപ്പറേഷൻ വരുന്നത്. അതായത് ക്ലച്ചും നമ്മുടെ ഗിയറും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മാനുവൽ ആയിട്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് കാറുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ആ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതിനുള്ള ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലച്ചും അതുപോലെ തന്നെ ഗിയർ ലെവറും രണ്ടും നമ്മൾ തന്നെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യണം. സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ പകുതി ഓട്ടോമാറ്റിക് ആണ്. അതായത് ക്ലച്ച് ഓട്ടോമാറ്റിക് ആയിരിക്കും, ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ താഴെ പെഡൽ നോക്കുന്ന സമയത്ത് ആക്സിലേറ്റർ പെഡലും ബ്രേക്കിന്റെ പെഡലും മാത്രമേ ഉണ്ടാവുള്ളൂ, ക്ലച്ചിന്റെ പെഡൽ ഉണ്ടാവില്ല. 2 പെഡൽ സിസ്റ്റം ആയിരിക്കും. പക്ഷെ അവിടെ ഗിയർ ഉണ്ടാവും, ഗിയർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. ക്ലച്ചിന്റെ ഫംഗ്ഷൻ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഒബ്സൊലീറ്റ് ആണ്. ഒബ്സൊലീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണാനില്ല. അപ്പൊ അങ്ങനത്തെ വണ്ടികൾ ഇറക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലച്ച് ആൻഡ് ഗിയർ ലെവർ രണ്ടും ഓട്ടോമാറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മുടെ കാറുകൾ ഇറങ്ങുന്ന സമയത്ത് അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടാണ് കാറുകൾ വരാറുള്ളത്. ഇനി എഞ്ചിൻ കപ്പാസിറ്റിനെ ബേസ് ചെയ്തിട്ട് 100cc, 250cc, 500cc അങ്ങനെ പല CCയിലുള്ള വെഹിക്കിൾസ് ഉണ്ട്. CCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്യൂബിക് സെന്റിമീറ്റർ ആണ്. എക്സാമിന് ഒരു തവണ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതാണ്. അതായത് മേജർ ഓട്ടോമൊബൈൽ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ ലൊക്കേഷൻ. ഇന്ത്യയിലുള്ള മേജർ ആയിട്ടുള്ള ഓട്ടോമൊബൈൽ പ്ലാന്റ് ഉള്ള കമ്പനികളും അവരുടെ ലൊക്കേഷൻസും ചില ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അവരുടെ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി എഴുതാം, ഇഷ്ടമുള്ള കമ്പനി എഴുതാം. ആ കമ്പനിയുടെ പ്ലാന്റ് എവിടെയാണെന്ന് അറിയാമെങ്കിൽ അത് എഴുതാം. അതേപോലെ തന്നെ അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇത് ഈ കൊടുത്തിരിക്കുന്ന ഇത്തരം പേരെ തന്നെ എഴുതണമെന്നില്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. പക്ഷെ പഠിച്ചിട്ടുണ്ടാവണം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാൻ പാകത്തിന് അത്യാവശ്യം വണ്ടികളുടെ, അപ്പൊ ഞാനിവിടെ 7 വണ്ടികളുടെ കൊടുത്തിട്ടുണ്ട്. കാരണം മാക്സിമം മാർക്കിന് ചോദിക്കുന്നത് 7 മാർക്കിനാണ്. 7 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 7 വണ്ടികളെ പറ്റിയെങ്കിലും എഴുതണമല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ നിങ്ങൾ ചൂസ് ചെയ്തോ, ഇഷ്ടമുള്ള കമ്പനികൾ നിങ്ങൾ ചൂസ് ചെയ്തോ. ഇനി അങ്ങനെ ചൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന 7 വണ്ടി കമ്പനികളും അവരുടെ ഇന്ത്യയിലെ പ്ലാന്റിന്റെ ലൊക്കേഷനും ഇനി ആ കമ്പനികളുടെ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റുകളുടെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചിട്ട് വരാം. അപ്പൊ എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ടേബിൾ വരച്ചോ അല്ലെങ്കിൽ പോയിന്റ് ആക്കി എക്സാം എഴുതിയാൽ മതി. ഷോർട്ട് നോട്ടിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഓർത്തിരിക്കും. ഇപ്പൊ യൂസിനെ ബേസ് ചെയ്തിട്ട് മോപ്പഡ്, മോട്ടോർ വെഹിക്കിൾ, സ്കൂട്ടേഴ്സ്, കാറ്, ജീപ്പ്, ട്രക്ക് എന്നുള്ള രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ. ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയിൽ ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിളും അതുപോലെ തന്നെ ലൈറ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിളും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ മറന്നുപോകുന്ന സാധനം എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തേക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ മറന്നുപോകുന്നത്. അപ്പൊ അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ബാക്കി നമ്മുടെ ഓർമ്മയിലോട്ട് വരും. നമ്മൾ 3-4 റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിലോട്ട് വരും. ഇപ്പൊ ഫ്യൂവലിന് ഓർമ്മയുണ്ടെങ്കിൽ ഫ്യൂവലിനെ ബേസ് ചെയ്തിട്ട് പെട്രോൾ ഡീസലാന്ന് അറിയാം. വീലിനെ ബേസ് ചെയ്തിട്ട് 2 വീല്, 3 വീല്, 4 വീലാന്ന് അറിയാം. ഡ്രൈവിനെ ബേസ് ചെയ്തിട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആണെന്നറിയാം. പക്ഷേ ഈ എന്തിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് നമ്മൾ പലപ്പോഴും വിട്ടു. ഇപ്പൊ 7 പേരുടെ പേര് നിങ്ങൾ കാണാപ്പാടം പഠിച്ചിരിക്കണം. അതിനുശേഷം ഈ ബുക്കിലൊക്കെ നിങ്ങൾ പലതവണ വായിച്ച് ഇങ്ങനെ റിവൈസ് ചെയ്തോ. ഇവിടെ ഫ്യൂൽ ഏതിന്റെ ഫ്യൂൽ ആണെന്നുള്ളത് കൊടുത്തിട്ടില്ലോ. അത് സ്വയം പറഞ്ഞ് റിവൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചു പോകോളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓട്ടോമൊബൈൽ ചേസിസ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ചേസിസ് കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ എന്താണ് ചേസിസ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് വെഹിക്കിളിന്റെ ബേസിക് സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ചേസിസ്. അത് വണ്ടിയുടെ ബോഡിയുടെ ഔട്ടർ പാനൽസ് മൊത്തം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് വരുന്ന വണ്ടിയുടെ അസ്ഥികൂടം നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ബേസ് എന്ന് പറയാൻ പറ്റുന്ന സാധനത്തിന് നമുക്ക് ബേസിക് സ്ട്രക്ചർ നമുക്ക് വിളിക്കുന്ന പേരാണ് ചേസിസ്. ഇപ്പൊ ചേസിസിൽ ഒരുപാട് കമ്പോണൻസ് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കണേ. എഞ്ചിൻ ആൻഡ് റേഡിയേറ്റർ, അതായത് ഫിഗറിലും കേട്ടോ. എഞ്ചിൻ, റേഡിയേറ്റർ ഫിഗർ കാണിച്ചിട്ടുള്ള
റേഡിയേറ്റർ. അതുപോലെ തന്നെ പിന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാർ എന്തൊക്കെയാ? ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാ. എഞ്ചിനിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ, ഇവിടെ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ നമ്മുടെ വീൽസിലോട്ട് എത്തണം, ഈ കാണുന്ന വീലുകളിലോട്ട് എത്തണം, അല്ലെ? എന്നാലാണ് നമ്മുടെ വണ്ടി ഫ്രണ്ടോട്ട് നീങ്ങുള്ളൂ. ഇവിടെ നിന്ന് പവർ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മുടെ വണ്ടിയുടെ വീൽസിലോട്ട് എത്തണമെങ്കിൽ അതിന് ട്രാൻസ്ഫർ ചെയ്യണം, പവർ ഇങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. എത്തിക്കാനായിട്ട് നമുക്ക് ആരൊക്കെ ആവശ്യമുണ്ടോ അവരേക്കാണ് നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റം വിളിക്കുന്നത്. അപ്പൊ ഈ എഞ്ചിന്റെ വീൽസിന്റെ ഇടയിൽ വരുന്ന സകലമാന ആൾക്കാരും നമുക്ക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താം. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്ലച്ച് വരും, പിന്നെ ഗിയർ ബോക്സ് വരും, പിന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരും, അതുപോലെ റിയർ ആക്സിൽ വരും. ക്ലച്ച്, ഗിയർ ബോക്സ്, ഈ കാണുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഇത്തരം പേരാണ് ഇവിടെ പറഞ്ഞുള്ളൂ. അത്തരം പേരെ തന്നെ പഠിച്ചാൽ മതി. അതുപോലെ തന്നെ അവസാനം റിയർ ആക്സിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ചേസിന്റെ കൺസ്ട്രക്ഷൻ രണ്ട് രീതിയിലുണ്ട്. കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ ഉണ്ട്. കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഫ്രെയിമും സെപ്പറേറ്റ് ആയിരിക്കും. അതായത് വണ്ടിയുടെ ബോഡി ഈ പറയുന്ന ചേസിസ് ഫ്രെയിമും രണ്ട് സെപ്പറേറ്റ് സാധനമായിരിക്കും. ചേസിസ് ഫ്രെയിമിന്റെ മേലെ ബോഡി പിടിപ്പിച്ച് വെക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഫ്രെയിംലെസ് കൺസ്ട്രക്ഷനിൽ ബോഡി തന്നെ ഫ്രെയിമായിട്ട് ആക്ട് ചെയ്യും. അതായത് ബോഡി ഫ്രെയിം പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല, രണ്ടും ഒരൊറ്റ പീസിനായിരിക്കും. അപ്പൊ ഈ കൺവെൻഷണൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് ഹെവി വെഹിക്കിൾസിലാണ്. പക്ഷെ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന കാറുകളുടെ സാധനത്തിലൊക്കെ ഇതേപോലുള്ള ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ചേസിസ് ആണ്. ചേസിന്റെ ക്ലാസിഫിക്കേഷൻ, ഒന്നാമത്തെ ആള് കൺവെൻഷണൽ കൺട്രോൾ ചേസിസ് ആണ്. ഈ ചേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എഞ്ചിന്റെ ലൊക്കേഷൻ ആണ്. എഞ്ചിൻ എവിടെ ഇരിക്കുന്നത്? ഡ്രൈവർ ക്യാബിൻ, ഇതാണ് ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിൻ. അതിന്റെ ഫ്രണ്ടിലോട്ട് കയറി കംപ്ലീറ്റ്ലി ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ എഞ്ചിൻ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനാണ് നമ്മൾ കൺവെൻഷണൽ കൺട്രോൾ ചേസിസ് എടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എഞ്ചിൻ ഈസ് മൗണ്ടഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡ്രൈവേഴ്സ് ക്യാബിൻ. ഇനി സെമി ഫോർവേഡ് കൺട്രോൾ ചേസിന്റെ അകത്ത് ആദ്യത്തിന്റെ പേര് കൺവെൻഷണൽ കൺട്രോൾ എന്നായിരുന്നു. രണ്ടാമത്തേല് സെമി ഫോർവേഡ് എന്നാണ്. സെമി ഫോർവേഡിലോട്ട് വരുന്ന സമയത്ത് സെമി എന്ന് പറഞ്ഞാൽ പകുതി എന്നർത്ഥം. അതായത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എഞ്ചിന്റെ പകുതി ഭാഗം ഡ്രൈവർ ക്യാബിന്റെ അകത്തും പകുതി പുറത്തു വിട്ടിരിക്കുന്നത്. ഹാഫ് ഓഫ് ഇറ്റ്സ് ഈസ് ഇൻ ദ ഡ്രൈവർ ക്യാബിൻ, ബട്ട് ദി അതർ ഹാഫ് ഈസ് ഇൻ ഔട്ട്സൈഡ് ദ ഡ്രൈവേഴ്സ് ക്യാബിൻ. ഹാഫ് എന്താ പറയുന്നത് ഡ്രൈവർ ക്യാബിന്റെ അകത്താണ്, ബാക്കി ഹാഫ് ഡ്രൈവർ ക്യാബിന്റെ പുറത്തുമാണ്. ഇനി ഫുൾ ഫോർവേഡ് കൺട്രോൾ ചേസിലായിട്ടുണ്ട്. സെമി എന്ന് പറഞ്ഞാൽ പകുതി വരുന്നു, അപ്പോൾ ഫുൾ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അകത്താവും. അതായത് എഞ്ചിൻ ഈസ് കംപ്ലീറ്റ്ലി മൗണ്ടഡ് ഇൻസൈഡ് ദി ഡ്രൈവേഴ്സ് ക്യാബിൻ. ഇനി അടുത്തത് ഈ പറയുന്ന ചേസിസ് ഫ്രെയിമിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത്, ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ദ ചേസിസ് കമ്പോണൻസ് ആൻഡ് ബോഡി. ചേസിസിൽ വരുന്ന എല്ലാ കമ്പോണന്റുകൾക്കും അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡിക്കും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിന്റെ വെയിറ്റ് താങ്ങുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുക. രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞാൽ ടു വിത്ത്സ്റ്റാൻഡ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്സ് ലോഡ് വിത്തൗട്ട് അൺഡ്യൂ ഡിഫ്ലക്ഷൻ ഓർ ഡിസ്റ്റോർഷൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ വരുന്ന സ്റ്റാറ്റിക്കും അതുപോലെ തന്നെ ഡൈനാമിക് ആയിട്ടുള്ള ലോഡ് ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാണ് അർത്ഥം, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ മാറ്റമുള്ളത്. മാറ്റമില്ലാത്ത ലോഡുകളുണ്ട്, മാറുന്ന ലോഡുകളുണ്ട്. ഇവർ രണ്ടുപേരും ഈ പറയുന്ന ടൈപ്പ് രണ്ട് ലോഡുകളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുക, പിടിച്ചു നിർത്തുക എന്നുള്ളത് നമ്മുടെ ചേസിസ് ഫ്രെയിമിന്റെ പണിയാണ്. രണ്ട് ടൈപ്പ്. ഇപ്പൊ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വെയിറ്റ്, അതിന്റെ അതൊരു മാറ്റമില്ലാത്ത സാധനം. വലിയ വണ്ടിയിലുള്ള പാസഞ്ചേഴ്സ് 4 പാസഞ്ചേഴ്സ് ഇരിക്കാന്ന് വണ്ടിയാണെങ്കിൽ 4 പാസഞ്ചേഴ്സിന് ഉണ്ടാവുന്ന വെയിറ്റ് എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡാണ്. പക്ഷെ വണ്ടി ഒരു വളവ് ഇരിക്കുന്ന ഉണ്ടാവുന്ന ലോഡ്, അല്ലെങ്കിൽ വണ്ടി ഒരു കട്ടർ ചാടുമ്പോൾ ഉണ്ടാവുന്ന ലോഡ്, ഇതൊക്കെ പറയുന്ന ഡൈനാമിക് ലോഡ്, മാറ്റം വരുന്ന ലോഡുകളാണ്. ഇങ്ങനെ രണ്ട് ടൈപ്പുള്ള ലോഡുകളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുക, പിടിച്ചു നിർത്തുക എന്നുള്ളത് നമ്മുടെ ചേസിസ് ഫ്രെയിമിന്റെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മേജർ സിസ്റ്റംസ് ഓഫ് ആൻ ഓട്ടോമൊബൈൽ ആണ്. ഓട്ടോമൊബൈലിൽ നമ്മുടെ വണ്ടിയിൽ വരുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള സിസ്റ്റംസും അതിന്റെ ഫംഗ്ഷൻസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എഞ്ചിൻ തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഓരോന്നിലും പറയേണ്ടത് അത് അവരവരുടെ ഫംഗ്ഷനും അതിന്റെ അകത്ത് വരുന്ന മെയിൻ പാർട്ടുകളാണ് പറയുന്നത്. ഇപ്പൊ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ എഞ്ചിന്റെ മെയിൻ പണി എന്താ? പവർ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഫ്യൂവൽ ബേൺ ചെയ്ത് ആവശ്യത്തിനുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് മറ്റേ ആദ്യം പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ പറയാം, ഹീറ്റ് എനർജിനെ, ഫ്യൂവൽ കത്തിച്ച് ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇനി മെയിൻ പാർട്ടുകൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം സിലിണ്ടർ പിസ്റ്റൺ അസംബ്ലി ഉണ്ട്, അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നുണ്ട്, വാൽവുകളെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാം ഷാഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വാൽവുകളുണ്ട്, ഫ്യൂവലിന് അകത്തോട്ട് കയറാനും കത്തിത്തീർന്ന ഗ്യാസിന് പുറത്തോട്ട് പോകാനൊക്കെ വാൽവുകളുണ്ട്. പെട്രോൾ എഞ്ചിനാണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ട്, ഡീസൽ എഞ്ചിനാണെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ പാർട്സ്. രണ്ടാമത്തെ ഫ്യൂൽ സിസ്റ്റം ആണ്. നമ്മുടെ എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ അകത്തോട്ട് ഫ്യൂൽ എത്തണം. അപ്പൊ ഫ്യൂൽ ഇരിക്കുന്ന ടാങ്കിലാണ്. ഈ ടാങ്കിലിരിക്കുന്ന ഫ്യൂൽ എഞ്ചിനിലോട്ട് എത്തണം. അതിനാണ് നമ്മൾ ഫ്യൂൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ടാങ്കിലിരിക്കുന്ന ഫ്യൂവലിനെ നമ്മുടെ എഞ്ചിന്റെ അകത്തോട്ട് എത്തിക്കുന്ന പരിപാടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂൽ സിസ്റ്റം. അപ്പൊ ഫ്യൂൽ സിസ്റ്റത്തിന്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈസ് ഫ്യൂവൽ ടു ദ എഞ്ചിൻ, എഞ്ചിന്റെ അകത്തോട്ട് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നതാണ്. അതിന്റെ വരുന്ന മെയിൻ പാർട്സ് ഏതൊക്കെയാ? ഒന്ന് ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, അതായത് ഫ്യൂവൽ ടാങ്ക്. ഇനി ആ ഫ്യൂൽ ടാങ്കിൽ ഇരിക്കുന്ന ഫ്യൂവലിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത്, അതായത് എഞ്ചിന്റെ അകത്തോട്ട് എത്തിക്കണമെങ്കിൽ ഫ്യൂവൽ തന്നെ എത്തില്ല, അതിന് പമ്പ് എത്തിക്കണം. അതിനുണ്ട് ഫ്യൂവൽ പമ്പ്. ഈ ഫ്യൂവൽ എന്തെങ്കിലും കറണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഞ്ചിനിലോട്ട് എത്തരുത്, അത് ഫിൽട്ടർ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്യൂവൽ ഫിൽട്ടർ. ഇനി ഈ പറയുന്ന ഫ്യൂവലിനെ എഞ്ചിനിൽ എത്തുന്നതിന് മുന്നേ എയർ ആയിട്ട് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കാർബറേറ്റർ, പെട്രോൾ എഞ്ചിനാണെങ്കിൽ കാർബറേറ്റർ. ഇനി ഡീസൽ എഞ്ചിനാണെങ്കിലോ ഈ ഫ്യൂവൽ ഡയറക്റ്റ് നമ്മുടെ എഞ്ചിന്റെ അകത്തോട്ട് സ്പ്രേ ചെയ്യാണ് ചെയ്യണത്. അപ്പൊ അന്നേരം അവിടെ ഫ്യൂൽ ഇഞ്ചക്ടർ. ഇനി അടുത്ത കൂളിംഗ് സിസ്റ്റം. എഞ്ചിന്റെ അകത്ത് ഫ്യൂൽ കത്തുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ആവും. ഈ ഹീറ്റ് ഒരു പരിധി വിട്ട് കൂടി കഴിഞ്ഞാൽ അത് നമ്മുടെ എഞ്ചിന്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ എഞ്ചിനെ കൂൾ ചെയ്യാന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അപ്പൊ കൂളിംഗ് സിസ്റ്റം അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കണത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവ് എക്സസ് ഹീറ്റ് ഫ്രം എഞ്ചിൻ ആണ്. അതായത് അധികമായിട്ട് വരുന്ന ഹീറ്റിനെ എഞ്ചിനിൽ നിന്ന് റിമൂവ് ചെയ്യാം.
അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ പാർട്സ് ആദ്യത്തെ ആളാര റേഡിയേറ്റർ ആണ്. ഇനി റേഡിയേറ്ററിന്റെ അകത്തെ കൂടെ കൂളന്റ്, അതായത് വാട്ടർ സർക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഒരു പമ്പ് വേണം, അതാണ് വാട്ടർ പമ്പ്. ഇനി ഈ പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞു റിമൂവ് എക്സസ് ഹീറ്റ്. ഹീറ്റിനെ മൊത്തം റിമൂവ് ചെയ്യാന്നല്ല, അധികമായിട്ട് വരുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മുടെ എഞ്ചിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വർക്കിംഗ് ടെമ്പറേച്ചറായി, അതിൻ്റെ അകത്താണ് ഈ സാധനം പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അതിൽ നിന്നും മുകളിലോട്ട് ഹീറ്റ് കൂടി പോകുമ്പോഴാണ് നമ്മൾ അവിടെ കൂളന്റ് ഒക്കെ യൂസ് ചെയ്ത് റേഡിയേറ്റർ അതിനെ തണുപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് എഞ്ചിൻ ചൂടായി വരുന്നുള്ളൂ, അപ്പോഴത്തേക്കും ഈ കൂളന്റ് നമ്മുടെ എഞ്ചിന്റെ അടുത്തോട്ട് എത്തേണ്ട ആവശ്യമില്ല, അല്ലെ? എഞ്ചിൻ ഒന്ന് ചൂടായി അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ പറയുന്ന കൂളന്റ് എത്തിയാൽ മതി. അപ്പൊ ഈ പറയുന്ന കൂളന്റിനെ എഞ്ചിനിലോട്ട് കടത്തി വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു വാൽവ് ഉണ്ട്. അപ്പൊ ആ വാൽവ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്, സെൻസർ ഉപയോഗിച്ചിട്ടാണ്. അത് ആ തീരുമാനം എടുക്കുന്നത് ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടാണ്. എഞ്ചിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവിടെ നിന്ന് ഡിസിഷൻ എടുത്തിട്ടാണ് ഈ വാൽവ് ഓപ്പണിംഗ് ക്ലോസിംഗ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ കൂളന്റിന്റെ സർക്കുലേഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ റേഡിയേറ്ററിൽ നമ്മൾ കൂളിംഗിന്റെ റേറ്റ് കൂട്ടാനായിട്ട് കൂളിംഗ് ഫാൻ ഉണ്ട്. അടുത്ത ലൂബ്രിക്കേഷൻ സിസ്റ്റം. ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ പണി ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ഫ്രിക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ തേയ്മാനം, വിയർ ആൻഡ് ടിയർ, മൂവിംഗ് പാർട്സിന്റെ ഇടയിലുള്ള വിയർ ആൻഡ് ടിയർ കുറയും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ഓയിൽ സമ്പാണ്. ഓയിൽ സമ്പിന്റെ അകത്താണ് ഓയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഓയിലിനെ ആവശ്യമുള്ള എല്ലാ സ്ഥലത്തോട്ട് എത്തിക്കണമെങ്കിൽ ഓയിൽ പമ്പ് വേണം. ഇനി ഓയിലുള്ള കറണ്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഓയിൽ ഫിൽറ്റർ വേണം. ഇനി ഓയിലിന് കടന്നു വേണ്ട വഴികളും കൂടെ വേണം, അത് നമ്മൾ ഓയിൽ പാസേജസ് എന്ന് വിളിക്കും. ഇനി ഇഗ്നീഷൻ സിസ്റ്റം, അതായത് നമ്മുടെ പെട്രോൾ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്രോൾ എഞ്ചിനിൽ ഫ്യൂവൽ കത്തിക്കണമെങ്കിൽ സ്പാർക്ക് പ്ലഗ് വേണം. ഈ സ്പാർക്ക് പ്ലഗ് നമ്മൾ തീപ്പെട്ടി വെച്ച് കത്തിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പാർക്ക് ഉണ്ടാക്കുന്നത്, കറണ്ട് ഉണ്ടാക്കുന്നത്, മറ്റേ തീ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്പാർക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവിടെ കറണ്ട് വേണം. അപ്പൊ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇഗ്നീഷൻ സിസ്റ്റം. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് സ്പാർക്ക് ടു ബേൺ എയർ ഫ്യൂൽ മിക്സർ. എയർ ഫ്യൂൽ മിക്സറിനെ കത്തിക്കുന്നതിന് വേണ്ടി സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പണി. ഇനി അതിന്റെ പാർട്സ്, മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ഇനി ബാറ്ററി കഴിഞ്ഞാൽ പിന്നെ ഇഗ്നീഷൻ പോലുണ്ട് ഈ കറണ്ടിനെ കടത്തി വിടാനായിട്ട്. ഇനി അത് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അതായത് ഇപ്പോൾ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ 4 സിലിണ്ടർ ഉണ്ടെങ്കിൽ 4 സിലിണ്ടറിന് ഓരോ സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടുണ്ടാവും. ഈ സ്പാർക്ക് പ്ലഗിലേട്ടൊക്കെ ഫയറിംഗ് ഓർഡർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു ഓർഡറിലാണ് ഈ പറയുന്ന സിലിണ്ടറുകളൊക്കെ ഫയർ ആവുന്നത്. ആ ഫയറിംഗ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കറണ്ടിന് ഈ ഓരോ സ്പാർക്ക് പ്ലഗിലേക്ക് കടത്തി വരണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നിറവേറുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഇനി അവസാനത്തെ ആള് സ്പാർക്ക് പ്ലഗ് ആണ്. സ്പാർക്ക് പ്ലഗിലോട്ട് ഈ കറണ്ട് എത്തി കഴിയുമ്പോൾ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത ട്രാൻസ്മിഷൻ സിസ്റ്റം. ഞാൻ പറഞ്ഞു എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ, എഞ്ചിനിൽ നമ്മൾ ഫ്യൂൽ എത്തിച്ച് പവർ ഉണ്ടാക്കി. ഈ പറയുന്ന പവറിനെ നമ്മൾ വീൽസിലോട്ട് എത്തിക്കണം, വണ്ടിയുടെ വീൽസിലോട്ട് എത്തിക്കണം. ഈ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇതിന്റെ ഇടയിൽ വരുന്ന സാധനങ്ങളാണ് നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വരുന്ന മെയിൻ ആൾക്കാർ, അല്ലെങ്കിൽ ആദ്യം എന്റെ പണി പറയാം, ട്രാൻസ്ഫർ പവർ ഫ്രം എഞ്ചിൻ ടു ദ വീൽ. എഞ്ചിനിൽ നിന്ന് വീലിലോട്ട് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ക്ലച്ച് കഴിഞ്ഞാൽ പിന്നെ ഗിയർ ബോക്സ് വരും, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരും, ഡിഫറൻഷ്യൽ വരും, ആക്സിൽ വരും. ഇതൊക്കെയാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വരുന്ന ആള്. നമ്മൾ മുന്നേ കണ്ടതാണ്, ഇവിടെ നമ്മൾ ആ സാധനങ്ങൾ കണ്ടതാണ്. ട്രാൻസ്മിഷൻ സിസ്റ്റം ഞാൻ മറ്റേ ചേസിസ് കൺസ്ട്രക്ഷൻ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ അകത്തുള്ള ആൾക്കാർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ഇത് എഞ്ചിൻ, ഇത് രണ്ടും വീല്. ഈ വീൽസിലോട്ട്, എഞ്ചിനിൽ നിന്ന് വീൽസിലോട്ട് പവർ എത്താനായിട്ട് അതിന്റെ ഇടയിൽ വരുന്ന ആളുകളെ, അതിനെ സഹായിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നവരാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ഈ കാണുന്നതാണ് ക്ലച്ച്. അത് ഞാൻ പിന്നെ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ആ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നേരെ പോയിട്ട് കയറുന്നത് ഡിഫറൻഷ്യലോട്ടാണ്. ആ ഡിഫറൻഷ്യലിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ആക്സിൽ ഇരിക്കുന്നത്. ഡിഫറൻഷ്യലിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വളവ് തിരിയുന്ന സമയത്ത് രണ്ട് വീലുകളും ട്രാവൽ ചെയ്യുന്നത് ഡിഫറൻറ്റ് സ്പീഡിലായിരിക്കും. അപ്പൊ ആ ഡിഫറൻസ് ഇൻ സ്പീഡ്, രണ്ട് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഡിഫറൻഷ്യലാണ്. അടുത്ത സ്റ്റിയറിംഗ് സിസ്റ്റം ആണ്. വണ്ടി നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിക്കണമെങ്കിൽ സ്റ്റിയറിംഗ് സിസ്റ്റം വേണം. കൺട്രോൾ ദ ഡയറക്ഷൻ ഓഫ് ദ വെഹിക്കിൾ. ഇത് വരുന്ന മെയിൻ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ സ്റ്റിയറിംഗ് വീലാണ്, നമ്മളിട്ട് തിരിക്കുന്ന ആള്. ഇനി അത് കഴിഞ്ഞിട്ട് സ്റ്റിയറിംഗ് കോളം വേണം. സ്റ്റിയറിംഗ് കോളം കഴിഞ്ഞാൽ പിന്നെ സ്റ്റിയറിംഗ് ഗിയറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ തിരിക്കുമ്പോൾ അത് വലിയ തിരിയായിട്ട് മാറില്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഗിയർ മെക്കാനിസം, ഗിയറുകൾ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ലിങ്കേജുകൾ, സ്റ്റിയറിംഗ് ലിങ്കേജസ് വേണം. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത സെമ്മിലൊക്കെ പഠിക്കും കേട്ടോ. ജസ്റ്റ് മെയിൻ പാർട്സുകളുടെ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി ബ്രേക്കിംഗ് സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് വണ്ടിയെ സ്ലോ ഡൗൺ ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന ആൾക്കാരൊക്കെ ബ്രേക്ക് പെഡൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, മാസ്റ്റർ സിലിണ്ടർ, അതുപോലെ തന്നെ ബ്രേക്ക് പാഡുകൾ, അതുപോലെ തന്നെ ഡിസ്ക് അല്ലെങ്കിൽ ഡ്രം. അത് ഏത് ബ്രേക്കാന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. ഡിസ്ക് ബ്രേക്കുകളുണ്ട്, അതുപോലെ ഡ്രം ബ്രേക്കുകളുണ്ട്. ഈ മാസ്റ്റർ സിലിണ്ടർ നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് ഫ്ലൂയിഡ് ട്രാവൽ ചെയ്യും. ആ ട്രാവൽ ചെയ്ത് ബ്രേക്കിംഗ് ഫ്ലൂയിഡ് മാസ്റ്റർ സിലിണ്ടർ എത്തും. മാസ്റ്റർ സിലിണ്ടർ എത്തി കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ വലിയ ഫോഴ്സ് ആക്കി മാറ്റും. അതായത് വണ്ടിനെ പിടിച്ചിരുത്തണം. അതിന് വേണ്ടിയിട്ട് വലിയ ഫോഴ്സ് ആക്കി മാറ്റുന്നത് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ ആണ്. സസ്പെൻഷൻ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ വണ്ടിയിലുണ്ടാവുന്ന ഷോക്ക് വൈബ്രേഷൻസ്, അതുപോലെ തന്നെ ഷോക്കുകളെയൊക്കെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ പണി. ഇതുവഴി വണ്ടിയിലിരിക്കുന്ന ആളുകൾക്ക് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് സസ്പെൻഷൻ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ആൾക്കാരൊക്കെ സ്പ്രിങ്, ഷോക്ക് അബ്സോർബർ, കൺട്രോൾ ആംപ്സ്. ഇനി ഇലക്ട്രിക്കൽ സിസ്റ്റം. വണ്ടിക്ക് പല കാര്യങ്ങൾക്കും ഇലക്ട്രിക്കൽ പവർ ആവശ്യമായിട്ടുള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റം നിലനിൽക്കുന്നത്. അതിനകത്തുള്ള മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ബാറ്ററി, ഓൾട്ടർനേറ്റർ. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടിയിലുള്ള
കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റർ ആണ്. നമ്മൾ പറയാറുണ്ട് വണ്ടി ഓട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലൈറ്റ് ഒക്കെ തെളിച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ചാർജ് തീർന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മൾ വണ്ടി നിർത്തിയിട്ട് പക്ഷേ ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നുപോയി, വണ്ടിയുടെ ചാർജ് തീരാറായി എന്നൊക്കെ, അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാൻ ബുദ്ധിമുട്ടായി, അതുകൊണ്ട് ബുദ്ധിമുട്ടായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് രാത്രിയൊക്കെ എന്തോരം സമയം ലൈറ്റ് വിളിച്ചിടും, പക്ഷെ അന്നേരം വണ്ടിയുടെ ബാറ്ററി പവറിനെ അത് ബാധിക്കുന്നില്ല. കാരണം വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ അത് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. വണ്ടി നീങ്ങി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ ലൈറ്റ് പോലുള്ള ഇലക്ട്രിസിറ്റി സിസ്റ്റം ഒക്കെ നിയന്ത്രിക്കുന്നത് ഓൾട്ടർനേറ്റർ ആണ്. ഓക്കെ, ഇനി പിന്നെ സ്റ്റാർട്ടർ മോട്ടർ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു സ്റ്റാർട്ടിംഗ് മോട്ടർ ഉണ്ട്, പിന്നെ വയറിംഗ് സിസ്റ്റം വേണം, അതുപോലെ തന്നെ ലൈറ്റുകൾ വേണം. ഇതെല്ലാം ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇപ്പോൾ നോക്കിയ ടോപ്പിക്കുകളുടെ ഷോർട്ട് നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. ചേസിസ് കൺസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ചേസിസ് കൺസ്ട്രക്ഷന്റെ അകത്ത് നമ്മൾ പഠിച്ചു ബേസിക് സ്ട്രക്ചർ വിത്തൗട്ട് ദ ഔട്ടർ ബോഡി ഓഫ് ദ വെഹിക്കിൾ ആണ് ചേസിസ് എന്ന് പറയുന്നത്. ചേസിന്റെ അകത്ത് വരുന്ന മൗണ്ടിങ്ങുകൾ എന്ന് പറയുന്നത് എഞ്ചിൻ ആൻഡ് റേഡിയേറ്റർ, ട്രാൻസ്മിഷൻ സിസ്റ്റം, സസ്പെൻഷൻ സിസ്റ്റം, ഇവരെല്ലാം നമ്മൾ പഠിച്ചാണ്. ഒറ്റയടിക്ക് പഠിക്കാൻ വേണ്ടി ഇവിടെ ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടായിരുന്നു. അത് എഞ്ചിനും ഡ്രൈവർ ക്യാബിനും വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. കൺവെൻഷണൽ കൺട്രോൾ ചേസിസ് ആണെങ്കിൽ നമ്മുടെ ഡ്രൈവർ ക്യാബിന്റെ കംപ്ലീറ്റ്ലി ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ എഞ്ചിൻ വരുന്നത്. ഇനി സെമി ഫോർവേഡിലെ, സെമിയുടെ അർത്ഥം പകുതിയിലാണ്, സെമി ഫോർവേഡ് കൺട്രോൾ ചേസിന്റെ അകത്ത് പകുതി ഡ്രൈവർ ക്യാബിന്റെ അകത്തും പകുതി ഡ്രൈവർ ക്യാബിന്റെ ഫ്രണ്ടിലായിട്ടാണ് എഞ്ചിൻ വരുന്നത്. ഇനി ഫുൾ ഫോർവേഡിന്റെ കേസിൽ കംപ്ലീറ്റ്ലി ഡ്രൈവർ ക്യാബിന്റെ ഉള്ളിലായിട്ട് ആണ് നമ്മുടെ എഞ്ചിന്റെ പൊസിഷൻ വരുന്നത്. ഇനി ഫംഗ്ഷൻ ഓഫ് ദ ചേസിസ് പറയാൻ നമ്മൾ പറഞ്ഞത്, ഒന്ന് സപ്പോർട്ട് ദ ലോഡ് ഓൺ ദി വെഹിക്കിളിൽ വരുന്ന ലോഡ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ചേസിസ് ആണ്. അതേപോലെ തന്നെ വിത്ത്സ്റ്റാൻഡ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലോഡ്, അതായത് എന്തൊക്കെയാ പറഞ്ഞത് ഓർമ്മയുണ്ട് ഞാൻ വിചാരിക്കുന്നു. അതായത് മാറ്റമില്ലാത്ത ലോഡുകളും മാറുന്ന ലോഡുകളും ഉണ്ട്. ഇവർ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ചേസിന്റെ പണിയാണ്. ഇനി ചേസിൽ വരുന്ന മേജർ സിസ്റ്റംസ് നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചായിരുന്നു. എഞ്ചിൻ സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഇഗ്നീഷൻ സിസ്റ്റം, ട്രാൻസ്മിഷൻ സിസ്റ്റം, സ്റ്റിയറിംഗ് സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം, സസ്പെൻഷൻ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം. ഈ ഓരോ സിസ്റ്റം നമ്മൾ പഠിച്ചു. ആ സിസ്റ്റത്തിന്റെ അകത്ത് അവരുടെ ഫംഗ്ഷൻസും അതിന്റെ അകത്ത് വരുന്ന മെയിൻ പാർട്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോന്നിലും നമ്മൾ നോക്കിയായിരുന്നു.